ആവശ്യങ്ങളില്ലാത്ത മനുഷ്യരില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ 70-ൽ പരം ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി കൊടുക്കുന്ന, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് ഇരിപ്പിടം അള്ളാഹു ഒരുക്കി വെക്കുന്ന, ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അള്ളാഹു മാറ്റിത്തരുമെന്ന് പറഞ്ഞു. ഫർള് നമസ്കാര ശേഷം ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ചൊല്ലിയാൽ, ഒരു സൂറത്തും 5 ആയത്തും നിങ്ങൾ പതിവാക്കിയാൽ, നിങ്ങൾ പിന്നെ അള്ളാഹു ആദരിച്ച അടിമയാണ്, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരാണ്, പാപരഹിത ജീവിതം നയിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കുമെന്ന് പറഞ്ഞ അത്ഭുതകരമായ ആ സൂറത്തും ആയത്തുകളെ പറ്റിയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി. റഹദല്ലേ? കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മളൊരു പ്രഭാതത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു ഇതുപോലെ ആരോഗ്യം ആഫിയത്തോടെ ഈ സദസ്സിലിരിക്കാൻ ഭാഗ്യം ലഭിച്ച അള്ളാഹുവിനാണ് സർവസ്തുതി. എല്ലാവരും മനസ്സറിഞ്ഞൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹു കബൂലാക്കട്ടെ. ചേർത്തു പിടിച്ചവർ, കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അല്ലേ? നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പക്ഷേ പലതും നിറവേറ്റി കിട്ടണില്ല അല്ലേ? പല ആഗ്രഹങ്ങളും നമുക്ക് നിറവേറി കിട്ടുന്നില്ല. എന്താ? ദുആ ചെയ്തു, ഒരുപാട് സൂറത്തുകൾ ഓതി, ആയത്തുകൾ ഓതി. എന്നാൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 70-ൽ പരം, ഒരു ദിവസം തന്നെ 70-ൽ പരം നമ്മുടെ ഹലാലായ മുറാദുകളും ആഗ്രഹങ്ങളും നിറവേറ്റി തരാമെന്ന് അള്ളാഹു വാഗ്ദാനം കൊടുത്ത, സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കില്ല എന്ന് പറഞ്ഞ, സ്വർഗത്തിന്റെ ഉന്നതமான സ്ഥലത്ത് ഇരിപ്പിടമൊരുക്കുമെന്ന് പറഞ്ഞ, പ്രയാസ പ്രതിസന്ധി ആവലാതി വേവലാദികളെല്ലാം അള്ളാഹു മാറ്റിത്തരും ഈ ഒരു അമല് ചെയ്താൽ. അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അള്ളാഹു പഠിക്കാൻ, പകർത്താൻ, പ്രാവർത്തികമാക്കാൻ ഒന്നാമത് എനിക്കും രണ്ടാമത് നമുക്ക് ഇരുകൂട്ടർക്ക് അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. ഫർള് നമസ്കാരം കഴിഞ്ഞ് എല്ലാ ഫർള് നമസ്കാര ശേഷവും ഈ പറയാൻ പോകുന്ന ഒരു സൂറത്തും 5 ആയത്തുകളും നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒന്നാമത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞു 70-ൽ പരം ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. ആ ആവശ്യത്തിൽ ഏറ്റവും ചെറുത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. ഇതിൽ പരം എന്താ വേണ്ടേ? വെറും 5 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റ് പോലും വേണ്ട ഇത് മുഴുവനും ചൊല്ലി തീർക്കാൻ. എന്നാൽ 70-ൽ പരം ആവശ്യങ്ങൾ നിറവേറുകയും നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും ചെയ്യും. അള്ളാഹുവിന്റെ അർശുമായി കണക്റ്റഡ് ആയ സൂറത്തും ആയത്തുകളുമാണ് ഈ പറയാൻ പോകുന്നത്. ഈ ആയത്തുകൾക്കും സൂറത്തിനും ഇടയിൽ, അള്ളാഹുമിടയിൽ മറയില്ല. അള്ളാഹുനോട് ചോദിക്കുന്നതാണ്, പടച്ചോനെ പാപങ്ങൾ ചെയ്തവർക്ക് ഞങ്ങളെ ഇട്ടു കൊടുക്കുവോ, ഞങ്ങളെ നീ പതിവാക്കാൻ വേണ്ടി കൊടുക്കുവോ? അപ്പൊ മലക്കുകളോട് അള്ളാഹു പറഞ്ഞു എന്നാണ്, ഈ ആയത്തും സൂറത്തും പതിവാക്കുന്നവർ സ്വർഗത്തിലല്ലാതെ പ്രവേശിക്കൂല എന്ന് അള്ളാഹു പറഞ്ഞു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പാണ് സ്വർഗം. അപ്പൊ ഒന്നാമത്തെ 70-ൽ പരം ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. രണ്ടാമത്തത്, സ്വർഗത്തിന്റെ മധ്യഭാഗത്ത് അവനൊരു ഇരിപ്പിടം കൊടുക്കുമെന്നാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുമോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ, അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. ആ സ്വർഗത്തിന്റെ മധ്യഭാഗത്ത്, ജന്നാത്തുൽ ഫിർദൗസിന്റെ മധ്യഭാഗത്ത് ഒരു ഇരിപ്പിടം അള്ളാഹു നിനക്കൊരുക്കി വെച്ചിരിക്കുമെന്നാണ് സ്വർഗം ഉറപ്പ്. രണ്ടാമത്തെ നേട്ടം. 3, ഒരു ദിവസവും 70 റഹ്മത്തിന്റെ നോട്ടം അല്ലാഹു നോക്കും. സുബ്ഹാനല്ലാഹ്. 70 റഹ്മത്തിന്, അള്ളാഹിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയ ഫലം യുഅദ്ദിബുഹു അബദ, പിന്നെ അവൻ പേടിക്കാനില്ലെന്നാണ്. അള്ളാഹിന്റെ റഹ്മത്തിന് നബിതങ്ങൾ പറഞ്ഞ ലൈ യദ്ഖുലുൽ ജന്ന ഇല്ലാ ബിറഹ്മത്തില്ല, ഒരാളും അള്ളാഹുവിന്റെ കരുണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പറ്റൂല. ഇന്നലെ രാത്രി നമ്മൾ ഉറങ്ങി, ഇന്ന് രാവിലെ എഴുന്നേറ്റു, സുബഹി നിസ്കരിച്ചു, ഈ ക്ലാസ് നമ്മൾ കേൾക്കാണ്. ബിറഹ്മത്തില്ല, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടാണ്. ഞാൻ സംസാരിക്കുന്നു, ബിറഹ്മത്തില്ല, റബ്ബിന്റെ റഹ്മത്താണ്. നിങ്ങൾ കേൾക്കണു, അള്ളാഹുവിന്റെ റഹ്മത്താണ്. നമ്മളെ ആരും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കൊണ്ടുപോയില്ല, ബിറഹ്മത്തില്ല, റബ്ബിന്റെ റഹ്മത്താണ്. നമ്മൾ മൂത്രമൊഴിച്ചു, ആരും നമുക്ക് കഴുകാൻ വന്നില്ല, നമ്മൾ തന്നെയാണ് കഴുകിയത്, ബിറഹ്മത്തില്ല, അള്ളാഹിന്റെ കരുണയാണ്. ഇതൊക്കെ അള്ളാഹിന്റെ കരുണയാണ്. പ്രിയമുള്ളവരെ, ഒരു ദിവസം 70 റഹ്മത്ത് അള്ളാഹു നമുക്ക് തരുന്നതാണ്. റഹ്മത്തിന്റെ നോട്ടം കിട്ടിയാൽ രക്ഷപ്പെടും. ഒരു നോട്ടം കിട്ടിയാൽ രക്ഷപ്പെട്ടു എങ്കിൽ ദിവസം 70 നോട്ടം കിട്ടുമെന്നാണ്. 4-ാമത്തെ നേട്ടം, സാമ്പത്തിക
പ്രതിസന്ധി അവന് വരില്ല. കടം, ദാരിദ്ര്യം, മറ്റുള്ളവരുടെ മുന്നിൽ പോയി യാചിക്കൽ, ഇതൊന്നും അവൻ അള്ളാഹു കൊടുക്കൂല. അഞ്ചാമത്തത് വേഗം പറഞ്ഞു പോകണം. അഞ്ചാമത്തത് മാരകമായ രോഗങ്ങൾ, അതുപോലെ വിപത്തുകൾ അവന് വരില്ല. ഇന്ന് ക്യാൻസർ എന്ന് പറയുന്ന രോഗം പടർന്ന് പന്തലിക്കുകയാണ്. 10 പേരിൽ ഒരാൾ ക്യാൻസർ സ്ഥിരീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ആ മാരകമായ രോഗം, ഡയാലിസിസ് പേഷ്യന്റുകൾ അല്ലേ, അങ്ങനെ തുടങ്ങി മാരകമായ വേദന തന്ന് കിടക്കുന്ന എത്രയോ പേര് പോലും വായിക്കൊള്ളാൻ കഴിയാത്ത രോഗങ്ങളും മരുന്നുകളും നമ്മൾ ഉപയോഗിക്കുന്നവരും ചികിത്സിക്കുന്നവരൊക്കെയാണ്. അള്ളാഹു കാക്കട്ടെ. അങ്ങനെയുള്ള രോഗങ്ങൾ അല്ലാഹു തരൂല, വിപത്തുകൾ അല്ലാഹു തരൂല. എത്രയോ വിപത്തുകൾ നമ്മൾ കേൾക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്, മക്കൾ സ്കൂളിൽ പോകുന്നു, ലൈൻ കമ്പി ഷോക്കേറ്റ് മരിക്കുന്നു, വാഹനം മറിഞ്ഞു മരിക്കുന്നു, കെട്ടിടം ഇടിഞ്ഞു വീണ് മരിക്കുന്നു. അങ്ങനെ പല വിപത്തുകൾ നമ്മൾ കേൾക്കുന്നവരാണ്. നഊദു ബില്ലാഹ്, അല്ലാഹ് കാക്കട്ടെ. ഇതിൽ നിന്നെല്ലാം അള്ളാഹു നിന്നെ രക്ഷിക്കുമെന്നാണ്. ആറാമത്തത് പറയുന്നു, സിഹിർ, കണ്ണേറ്, അസൂയ, വിളിദോഷം, പ്രാക്ക്, അങ്ങനെ എന്തൊക്കെ ഏടാഗുണങ്ങളുണ്ടോ അതെല്ലാം നിനക്ക് സുരക്ഷയാണ്. സുബ്ഹാനല്ലാഹ്, കണ്ണേറേക്കൂല, സിഹിറേക്കൂല, അതുപോലെ വെളിദോഷങ്ങളൊന്നും നിനക്ക് കേൾക്കൂല. ഇതെല്ലാം നിനക്കൊരു കവചമുണ്ടാക്കുന്ന സൂറത്തും ആയത്തുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതോടൊപ്പം ഏഴാമത്തത് ശത്രു രക്ഷയാണ്. ശത്രുക്കളുടെ രക്ഷയുണ്ടാകുമെന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കാണ്. ഈ 7 മഹത്വം നമുക്ക് തരാൻ ഏതാണ്? ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ സ്ക്രീനിൽ പറയുന്നതും എഴുതി കാണിക്കുന്നതും സ്ക്രീനിൽ കാണിക്കുന്നതും പഠിക്കാൻ പോകുന്നതും. നിങ്ങൾ നിസ്കാരം കഴിഞ്ഞു, ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കഴിഞ്ഞിട്ട് ഒരു സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. ഫാത്തിഹ അറിയാത്ത ആരാ ഉള്ളെ? അറിയാത്തവരുണ്ടാകുമെങ്കിൽ അത് പഠിക്കണം. നിർബന്ധമല്ലേ, നിസ്കാരത്തിലെ ഫർളല്ലേ. അപ്പൊ ഫാത്തിഹ നമ്മൾ ഓതുക. സൂറത്തുൽ ഫാത്തിഹ വലല്ലാലീൻ ആമീൻ ഓതി അല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാലീൻ ആമീൻ. ഫാത്തിഹ 1, അതാണ് ഒരു സൂറത്ത്. ഫാത്തിഹ നമ്മൾ പതിവാക്കുക. അത് കഴിഞ്ഞ് ആയത്തുൽ കുർസി. ഇനി 5 ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്ത് ആയത്തുൽ കുർസിയാണ്, ആയത്തുകളുടെ നേതാവ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതുന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർള് വലാ യഉദു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അലീം. ആയത്തുൽ കുർസി. അപ്പോൾ എത്രയായി? ഒരു സൂറത്തായി, ഒരു ആയത്തായി. അടുത്ത മൂന്നാമത്തതിൽ ആയത്തിൽ രണ്ടാമത്തത് നമ്മൾ എന്താ പറയുക? ആലു ഇമ്രാൻ. സൂറത്തു ആലു ഇമ്രാൻ എടുക്കുക. സൂറത്തുൽ ആലു ഇമ്രാനിലെ 18, 19 ആയത്ത് ഏതാണ്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹകീം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗ്യം ബൈനഹും വമൻ യക്ഫുർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. സൂറത്തു ആലി ഇമ്രാനിലെ 18, 19 ആയത്ത്. അത് കഴിഞ്ഞ് ആ സൂറത്തിലെ തന്നെ, ഏത് സൂറത്ത്? ആലി ഇമ്രാനിലെ തന്നെ 26, 27 ആയത്ത് ഏതാണ്? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുഅത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ വ തുഇസ്സു മൻ തശാ വ തുദില്ലു മൻ തശാ ബിയദിക്കൽ ഖൈറു ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ തൂലിജുൽ ലൈല ഫിൻ നഹാരി വ തൂലിജുൻ നഹാറ ഫിൽ ലൈലി വ തുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വ തുഖ്രിജുൽ മയ്യിത്ത മിനൽ ഹയ്യ വ തർസുഖു മൻ തശാ ബിഗൈരി ഹിസാബ്. അങ്ങനെ ആലി ഇമ്രാനിലെ 18, 19, 26, 27. അപ്പൊ ഏതൊക്കെയാണ്? സൂറത്തുൽ ഫാത്തിഹ 1, ആയത്തുൽ കുർസി 1, ആലി ഇമ്രാനിലെ 18-ാമത്തതും 19-ാമത്തതും ആയത്ത് ഓരോ തവണ. സൂറത്തു ആലി ഇമ്രാനിലെ തന്നെ 26, 27 ആയത്തുകൾ. അപ്പൊ എത്രയായി? ആയത്തുൽ കുർസി, ആലി ഇമ്രാനിലെ 18, 19, 26, 27. അപ്പൊ 5 ആയത്തായി സൂറത്തുൽ ഫാത്തിഹ. ഈ 5 കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ്, അതുപോലെ 5 സൂറത്ത് ആയത്തും ഒരു സൂറത്തും നിങ്ങൾ ജീവിതത്തിൽ ഫർള് നമസ്കാര ശേഷം പതിവാക്കിയാൽ ഒരുപാട് സമയമൊന്നും വേണ്ട. നമ്മൾ എന്ത് ചെയ്താൽ നമ്മുടെ വീടിന്റെ
നിസ്കാര മുറി ഉണ്ടാവുമല്ലോ, നിസ്കാരം ഭിത്തിയിൽ ഒട്ടിച്ചു വെക്കുക. പ്രധാനപ്പെട്ട നമ്മൾ ഓരോ ക്ലാസ്സിലും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായി എഴുതി വെക്കുക. നമുക്ക് കാണാപ്പാടം പഠിക്കാനുണ്ടാവൂല. ഇൻഷാ അല്ലാഹ് അങ്ങനെ പഠിക്കുമ്പോ അത് വലിയ നേട്ടമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അല്ലാഹു നമുക്ക് മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇത് പതിവാക്കി ഉറപ്പായും 70-ൽ പരം പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റി തരുമെന്നാണ്. അല്ലാഹ് കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അത് പ്രദാനിക്കുമാറാകട്ടെ. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരുമാന രാത്രി മജ്ലിസ് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് തിബ്ബു സലാത്തും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറും ഒക്കെ ചൊല്ലുന്ന ആയിരങ്ങൾ സംഗമിക്കുന്ന പ്രാർത്ഥനാ സദസ്സ്, അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് മഹാന്മാരുടെ ചരിത്രം പാടി പറയലാണ്. അതിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അതിലേക്ക് ആ ചാനലിലേക്ക് പ്രവേശിക്കാം. അല്ലാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവരും ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഖൈറും ബറക്കത്തും അല്ലാഹ് പ്രദാനിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.